ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ് BSലെ ചാപ്റ്റർ 2. ചാപ്റ്റർ 2ൻ്റെ പേര് ആസിഡ്സ് ആൻഡ് ബേസസ്, ആസിഡുകളും ബേസുകളും. ആ ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കണ്ടൻറ്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാമിനാണെങ്കിലും അതേപോലെ വേറെ എന്തെങ്കിലും സ്കൂളിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള സംഭവമാണ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ നമുക്ക് പഠിക്കാം, അതായത് ആസിഡും ബേസും എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ആ ആസിഡും ബേസും എന്താണെന്ന് പഠിക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ആസിഡ് ബേസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത് ആസിഡോ അല്ലെങ്കിൽ ബേസോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായല്ലോ? ടു ഡിറ്റക്ട് ആസിഡ് ആൻഡ് ബേസസ്. പിന്നെ 2 തരത്തിലാണ് ലിറ്റ്മസ് പേപ്പർ കാണുക. ഒന്ന് റെഡ് കളറിലും മറ്റേത് ബ്ലൂ കളറിലും. അപ്പോൾ ഒന്നാമത്തത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഈ 2 ലിറ്റ്മസ് പേപ്പറിൻ്റെ ഉപയോഗം ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. അതിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡ് തിരിച്ചറിയാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളുണ്ട്. അതിൽ ഒന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ്. ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡുകൾ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുക. പിന്നീട് റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ബേസ്, എന്താണ് ആസിഡ് എന്നൊക്കെ. ഒക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലിറ്റ്മസ് പേപ്പറും ആ ലിറ്റ്മസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുക എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡോ ബേസോ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ്. 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളുണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. അതിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡ് തിരിച്ചറിയാനാണ് ഉപയോഗിക്കുക. അതേപോലെ റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ബേസുകളെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു ടോപ്പിക്കാണ് ആസിഡുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ആസിഡുകൾ നമ്മൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ്. അതായത് നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആസിഡുകളെ തിരിച്ചറിയുക. അപ്പോൾ ആസിഡ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നോക്കുക, ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആക്കുന്ന ആളുകളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു ആസിഡിലേക്ക് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ഒരു പേപ്പറായിരിക്കും, ആ പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ ചുവന്ന നിറം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറാക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഈ ആസിഡുകൾക്ക് കോമൺ ആയിട്ട് സോവർ ടേസ്റ്റ് ആയിരിക്കും, പുളി രുചിയായിരിക്കും. സോവർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി ടേസ്റ്റ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട എല്ലാ ആസിഡുകൾക്കും ഏത് ടേസ്റ്റ് ആയിരിക്കും? സോർ ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പുളി രുചിയായിരിക്കും. മനസ്സിലാക്കി വയ്ക്കാം. ഇപ്പോൾ ആസിഡുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളോട് കൊടുത്തിട്ടുണ്ട്. വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരി, നമ്മുടെ സുർക്കയാണ്. ലെമൺ ജ്യൂസ്, നമ്മളുടെ നാരങ്ങ നീര് ആസിഡാണ്. അതേപോലെ കേട് എന്ന് പറഞ്ഞാൽ തൈര്, അതും ആസിഡാണ്. ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ പുളി. അങ്ങനെ ഈ കൊടുത്തിരിക്കുന്നതിലൊക്കെ എന്താ, ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ട്, ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, എന്താണ് ആസിഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയാം. അപ്പോൾ എല്ലാ ആസിഡുകൾക്കും സോർ ടേസ്റ്റ് ആയിരിക്കും, പുളി രുചിയായിരിക്കും. പിന്നെ ആസിഡുകളുടെ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാത്രമല്ല, ഇനി ഒരുപാട് എക്സാമ്പിളുകളുണ്ട്, നമുക്ക് വഴിയെ പഠിക്കും. ഇനി അടുത്തത് ബേസുകളെ പറ്റിയാണ്. ഈ ആസിഡിൻ്റെ നേരെ തിരിച്ചായിരിക്കും ബേസുകൾ ഉണ്ടാവുക. അതായത് ബേസസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ബേസുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുകയെന്ന്. അപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന ആളുകളെയാണ് നമ്മൾ ബേസുകൾ എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ആസിഡും ബേസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചുവന്ന ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്താണ് ബേസ്? ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ എന്ന് പറയാം. പിന്നെ ഈ ബേസുകൾക്ക് ഒരു ആൽക്കലൈൻ ടേസ്റ്റ് ആയിരിക്കും. ആൽക്കലൈൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ല, ഒരു വഴുവഴുപ്പുള്ള സോപ്പ്, ആ സോപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ബേസുകൾക്ക് ഉണ്ടാവുക. പിന്നെ ഈ ബേസുകൾ പൊതുവായിട്ട്, എല്ലാ ബേസുകളും അല്ല, പൊതുവായിട്ട് സ്ലിപ്പറി ആയിരിക്കും, വഴുവഴുപ്പുള്ളതായിരിക്കും. ഇപ്പോൾ ബേസിനൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് നമ്മുടെ സോപ്പ്. സോപ്പ് ഒരു ബേസാണ്. അപ്പോൾ സോപ്പ് എന്താ, ഒരു സ്ലിപ്പറിയാണ്, ഒരു വഴുവഴുപ്പുള്ളതാണ്. അപ്പോൾ അത് ബേസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ ബേസ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ബേസ് എന്ന് പറയുമ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന ആളുകളാണ്. ബേസുകൾക്ക് ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. അതേപോലെ ബേസുകൾ പൊതുവെ സ്ലിപ്പറി ആയിരിക്കും, അതായത് വഴുവഴുപ്പുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബേസുകൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ എക്സാമ്പിളാണ് ലൈം വാട്ടർ. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുണ്ണാമ്പ് വെള്ളത്തിനെയാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയാം. ചുണ്ണാമ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ സോപ്പ് വാട്ടർ, സോപ്പ് വെള്ളം. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അപ്പക്കാര ലായനിയാണ്, അതായത് അപ്പക്കാര വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത്. പിന്നെ ഡിറ്റർജൻറ്റ് വാട്ടർ. ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ സോപ്പ് പൊടിയുടെ വെള്ളത്തിനെയാണ് ഡിറ്റർജൻറ്റ് വാട്ടർ എന്ന് അറിയാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ആളുകൾ ബേസുകൾക്ക് എക്സാമ്പിളാണ്. ഇത് മാത്രമല്ല ഇനിയുമുണ്ട്. അപ്പോൾ ആസിഡ് എന്താണ്, ബേസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാളത്തിൽ നമ്മൾ സൂചകങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ആസിഡോ ബേസോ കളർ ചേഞ്ച് ചെയ്തിട്ട്, അതായത് നിറം മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സാധനത്തിനെ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ നമുക്കറിയാം, ലിറ്റ്മസ് പേപ്പർ കളർ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ട്, കളർ ചേഞ്ചിലൂടെ ആസിഡോ ബേസോ തിരിച്ചറിയാൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ആസിഡോ ബേസോ നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ആസിഡോ ബേസോ നിറം മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലീഷിലൊന്ന് വായിച്ചു തരാം. Indicators are the substances that help to identify acids and bases by changing their color. ഓക്കെ, കളർ ചേഞ്ച് ചെയ്തിട്ട് ആസിഡ് ആണോ ബേസ് ആണോ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ നമ്മുടെ ഇൻഡിക്കേറ്ററുകൾക്ക് ഒരു എക്സാമ്പിളാണ്. പിന്നീട് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 2 പേരുകളുണ്ട്. നമ്മൾ ഈ ലബോറട്ടറികൾ, എന്താ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ്, നമുക്കറിയാം ഈ കെമിക്കൽ ലാബ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ലബോറട്ടറികളിൽ നമ്മൾ പ്രധാനമായിട്ടും 2 ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ 2 ഇൻഡിക്കേറ്ററിൻ്റെ പേരൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ആളാണ് ഫിനോൾഫ്തലിൻ. ഓക്കെ, ഇതാണ് ഫിനോൾഫ്തലിൻ. രണ്ടാമതാണ് മീത്തൈൽ ഓറഞ്ച്. അപ്പോൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന 2 ഇൻഡിക്കേറ്ററാണ്, ഒന്ന് ഫിനോൾഫ്തലിൻ, രണ്ടാമത്തെ മീഥൈൽ ഓറഞ്ച്. ഫിനോൾഫ്തലിനും മീഥൈൽ ഓറഞ്ചും. അതിൽ ഈ മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനും രണ്ടും നമ്മൾ ആസിഡും ബേസും രണ്ടും വേറെ വേറെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുക. അതിൽ ഫിനോൾഫ്തലിൻ ബേസ് തിരിച്ചറിയാനാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിനോൾഫ്തലിൻ ഉപയോഗിച്ചിട്ട് ബേസ് തിരിച്ചറിയാമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു ബേസിലേക്ക് ഫിനോൾഫ്തലിൻ ഒഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിനോൾഫ്തലിൻ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസ് പിങ്ക് കളറായിട്ട് മാറും. ഓക്കെ, അതായത് ഈ ഫിനോൾഫ്തലിൻ ബേസുകളിൽ പിങ്ക് കളറാണ് കാണിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം എടുത്തു. ആ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഫിനോൾഫ്തലിൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുണ്ണാമ്പ് വെള്ളം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പിങ്ക് കളറായിട്ട് മാറും. ഇതാ നിങ്ങൾ സൈഡിൽ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ പിങ്ക് കളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫിനോൾഫ്തലിൻ ഷോസ് പിങ്ക് കളർ ഇൻ ബേസസ്. ബേസുകളിൽ
പിങ്ക് കളറാണ് ഫിനോൾഫ്തലിൻ കാണിക്കുക. മനസ്സിലായല്ലോ. അതുപോലെ മീഥൈൽ ഓറഞ്ച് നമ്മൾ ആസിഡ് തിരിച്ചറിയാനാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ആസിഡുകളിൽ ഒരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഏകദേശം ആ ഒരു കളറാണ് ആസിഡുകളിൽ കാണിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? Indicators are the substances that help to identify acids and bases by changing their color. കളർ ചേഞ്ച് ചെയ്തിട്ട് ആസിഡോ ബേസോ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പൊതുവായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ് ലിറ്റ്മസ് പേപ്പർ. പിന്നെ നമ്മൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഡിക്കേറ്ററുകളുണ്ട്. ഒന്ന് ഫിനോൾഫ്തലിനും മറ്റേത് മീഥൈൽ ഓറഞ്ചും. അതിൽ ഫിനോൾഫ്തലിൻ പിങ്ക് കളറാണ് ബേസുകളിൽ കാണിക്കുക. അതേപോലെ മീഥൈൽ ഓറഞ്ച് റെഡ് കളറാണ് ആസിഡിൽ കാണിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അടുത്തത് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ടേബിളാണ്. അപ്പോൾ ഇത് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ലിക്വിഡ് ടെസ്റ്റഡ്. അപ്പോൾ ആദ്യം കുറച്ച് ലിക്വിഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിനോൾഫ്തലിനിലുള്ള കളർ ചേഞ്ച്, മീഥൈൽ ഓറഞ്ചിലുള്ള കളർ ചേഞ്ച്, എന്തൊക്കെയാണ് ആ കളർ ചേഞ്ച് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലിക്വിഡ് വിനെഗറാണ്. നമുക്കറിയാം വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡാണ്. അപ്പോൾ ഫിനോൾഫ്തലിൻ നമ്മൾ വിനെഗറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ വിനെഗറിൽ ഫിനോൾഫ്തലിന് കളർ ചേഞ്ച് ഉണ്ടാവില്ല, കാരണം അതൊരു ആസിഡാണ്. പക്ഷേ മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ റെഡ് കളറായിരിക്കും കാണിക്കുക. ഓക്കെ. വിനെഗർ മീഥൈൽ ഓറഞ്ചിൽ റെഡ് കളറായിരിക്കും കാണിക്കുക, ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. അതൊരു ആസിഡ് ആയതുകൊണ്ടാണ് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചപ്പോൾ റെഡ് കളറാവാൻ കാരണം. അടുത്ത ആളാണ് ക്ലിയർ ലൈം വാട്ടർ. നമ്മളുടെ ചുണ്ണാമ്പ് വെള്ളം തന്നെയാണ്. ചുണ്ണാമ്പ് വെള്ളം ഫിനോൾഫ്തലിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് കളറായിരിക്കും കിട്ടുക, പിങ്ക് നിറം. ഓക്കെ. അതേപോലെ മീഥൈൽ ഓറഞ്ച് നമ്മൾ ആ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. അതുപോലെ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആസിഡാണ്. അപ്പം ലെമൺ ജ്യൂസ് ഫിനോൾഫ്തലിന് കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ. ഫിനോൾഫ്തലിനിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ നമ്മളുടെ മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ റെഡ് കളർ കാണിക്കും, ആസിഡ് ആയതുകൊണ്ട് റെഡ് കളർ കാണിക്കും. പിന്നെയുള്ള ഒരു ലിക്വിഡാണ് സോപ്പ് വെള്ളം. നമ്മുടെ സോപ്പ് വെള്ളം ഫിനോൾഫ്തലിന് പിങ്ക് കളറായിരിക്കും, കാരണം ബേസ് ആയതുകൊണ്ടാണ്. പിന്നീട് മീഥൈൽ ഓറഞ്ച് യെല്ലോ കളർ. ഓക്കെ. അതുപോലെ ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. നമ്മളുടെ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, അതായത് അപ്പക്കാരത്തിൻ്റെ ലായനി ബേസാണ്, നേരത്തെ പറഞ്ഞു. അപ്പോൾ ബേസ് ആയതുകൊണ്ട് ഫിനോൾഫ്തലിനിൽ പിങ്ക് കളറായിരിക്കും കാണിക്കുക. അതേപോലെ മീഥൈൽ ഓറഞ്ചിൽ ഒരു യെല്ലോ കളറായിരിക്കും കാണിക്കുക. ഓക്കെ. അപ്പോൾ ഈ ടേബിൾ കൃത്യമായിട്ട് എൻ്റെ മക്കൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നിങ്ങളുടെ തലയിൽ കയറും. കേട്ടല്ലോ. പതുക്കെ പഠിച്ചാൽ മതി, ഒരു തിരക്കുമില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഭാഗങ്ങളും കവർ ചെയ്യാൻ. ഓക്കെ. സോ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ടേബിളല്ല, നമ്മളിപ്പോൾ പഠിച്ച ഈ 2 സ്ലൈഡും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Which substances can be used as an indicators of acids? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് നമുക്ക് ആസിഡ് തിരിച്ചറിയാൻ ഉപയോഗിക്കാൻ പറ്റുക? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നീല ലിറ്റ്മസ് പേപ്പർ. അപ്പം നീല ലിറ്റ്മസ് പേപ്പർ നമുക്ക് ആസിഡ് തിരിച്ചറിയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു ഇൻഡിക്കേറ്ററായിട്ട്. പിന്നെ മീഥൈൽ ഓറഞ്ചും ആസിഡ് തിരിച്ചറിയാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആസിഡ് തിരിച്ചറിയാൻ പ്രധാനമായിട്ടും 2 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും പിന്നെ മീഥൈൽ ഓറഞ്ചും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസസ്? ബേസ് തിരിച്ചറിയാൻ നമുക്ക് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാനും പറ്റും, അതുപോലെ ഫിനോൾഫ്തലിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. സോ അപ്പോൾ ആസിഡ് തിരിച്ചറിയാൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, മീഥൈൽ ഓറഞ്ച്. അതുപോലെ ബേസ് തിരിച്ചറിയാൻ റെഡ് ലിറ്റ്മസ് പേപ്പറും ഫിനോൾഫ്തലിനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മക്കളെ, ഈ ഒരു സ്ലൈഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ കുറച്ച് ഓർഗാനിക് ആസിഡുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആസിഡുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്.
ആ ആസിഡുകളുടെ പേര് മാത്രമല്ല അത് ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാണ്, ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓരോന്നും എണ്ണി എണ്ണി പഠിച്ചോണം കേട്ടല്ലോ. സോ ഒന്നാമത്തെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ഫുഡ് ഐറ്റമാണ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേട്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോരാണ്. കേട് എന്ന് പറഞ്ഞാൽ തൈര്. തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ, തൈരിലും മോരിലുമുള്ള ആസിഡിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് എന്നാ പറയുക. ലാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് എന്നർത്ഥം, പാലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേടില്. ഓക്കെ, മോരിലും തൈരിലുമുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അടുത്തത് വിനെഗർ, വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയാറുണ്ട്. വിനാഗിരിയിലുള്ള ആസിഡാണ് അസെറ്റിക് ആസിഡ്. ഓക്കെ, അസെറ്റിക് ആസിഡ്. അടുത്തത് ലെമൺ, ലെമൺ എന്ന് പറഞ്ഞാൽ നാരങ്ങയാണ്. നാരങ്ങയിലുള്ള ആസിഡിൻ്റെ പറയുന്ന പേരാണ് സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ്. നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് രണ്ടിലും ഒരേ ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. അതിലുള്ള ആസിഡിൻ്റെ പേരാണ് സിട്രിക് ആസിഡ്. പിന്നെയുള്ള ആളാണ് ടാമറിൻഡ്. ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ പുളി, നമ്മുടെ വാളംപുളിനെയാണ് ടാമറിൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ വാളംപുളിയിലുള്ള ടാമറിൻഡിലുള്ള ആസിഡിൻ്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്, ടാമറിൻഡ്, ടാർട്ടാറിക് ആസിഡ്. അടുത്തത് ആപ്പിൾ. ആപ്പിളിലുള്ള ആസിഡിൻ്റെ പേരാണ് മാലിക് ആസിഡ്. ഓക്കെ, മാലിക് ആസിഡ്. ഗൂസ്ബെറി, ഗൂസ്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, നെല്ലിക്കേനെയാണ് ഗൂസ്ബെറി എന്ന് പറയുക. ഗൂസ്ബെറിയിലുള്ള ആസിഡിൻ്റെ പേരാണ് അസ്കോർബിക് ആസിഡ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് എന്നാണ് പറയുക. അതുപോലെ ടൊമാറ്റോ, ടൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി, തക്കാളിയിലുള്ള ആസിഡിൻ്റെ പേരാണ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേരുകൾ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേട്, തൈര് അല്ലെങ്കിൽ മോരിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനെഗർ, വിനാഗിരിയിലുള്ള ആസിഡാണ് അസെറ്റിക് ആസിഡ്. ലെമൺ, നാരങ്ങയിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. ടാമറിൻഡ്, പുളിയിലുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിലുള്ള ആസിഡാണ് മാലിക് ആസിഡ്. ഗൂസ്ബെറി, നെല്ലിക്കയിലുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോയിലുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. അപ്പോൾ 2 കോളങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ അതിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ നമുക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഈ പാല് തൈരാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയൊരു കാര്യമാണ് പാലാണ് തൈരായിട്ട് മാറുക എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ പാല് തൈരായിട്ട് മാറുക? നമുക്കറിയാം, ഈ പാല് തൈരായി കഴിഞ്ഞാൽ നമുക്കറിയാം ആസിഡായിട്ട് മാറും അല്ലേ? കേട് എന്ന് പറഞ്ഞാൽ ആസിഡാണ്, ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാല് തൈരാവുക എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പാല് തൈരാക്കുന്നത്, ഓക്കെ, പാല് തൈരാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പോൾ നമുക്ക് സൂക്ഷ്മജീവിയായിട്ടുള്ള ബാക്ടീരിയയാണ് ഈ പാല് തൈരാക്കുന്നത്. ഈ പാല് തൈരാക്കുന്ന ഈ ബാക്ടീരിയൻ്റെ ഒരു പേര് പറയും, അതിൻ്റെ പേരാണ് ലാക്ടോബാസില്ലസ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ലാക്ടോബാസില്ലസ്. ഈ ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് നമ്മുടെ പാലിനെ തൈരാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. കേട് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസില്ലസ്. നമ്മളുടെ തൈരിൽ ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. The lactic acid that is produced when these bacteria nourish themselves with milk. അപ്പോൾ ഈ ബാക്ടീരിയകൾ, ഞാൻ പറഞ്ഞിട്ടുള്ള ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയകൾ ഈ പാലിലേക്ക് വന്ന് ചേർന്നിട്ട് എന്ത് ചെയ്യും? പാലിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ പാലിൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ലാക്റ്റിക് ആസിഡ് ആ പാലിൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൈരായിട്ട് മാറും. പിന്നീട് അതൊരു പുളി ടേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ലാക്ടോബാസില്ലസ് ബാക്ടീരിയ തൈര് ആക്കാൻ സഹായിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ലാക്ടോബാസില്ലസ്. അപ്പോൾ പാലിൽ ആ ലാക്ടോബാസില്ലസ് ബാക്ടീരിയ വന്നിട്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ തൈരായിട്ട് മാറും. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്തതാണ് ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ലബോറട്ടറി. ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറഞ്ഞു ലാബിനെയാണ്, നമ്മളുടെ
ഈ കെമിക്കൽസൊക്കെയുള്ള ലാബിനെയാണ് നമ്മൾ ലബോറട്ടറി എന്ന് പറയുക. അപ്പോൾ ഈ നമ്മൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആസിഡുകളും ബേസുകളുടെയും പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ആസിഡുകളുടെ പേര് പറയണം, കുറച്ച് ബേസുകളുടെ പേരുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 4 ആസിഡുകളുണ്ട്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ HCl എന്ന് പറയും. നമ്മുടെ മനുഷ്യന്മാരുടെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. മനുഷ്യന്മാരുടെ ആമാശയം, സ്റ്റൊമക്കിൽ ഉള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആസിഡാണ്. നമ്മുടെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളുന്ന തരം ആസിഡാണ് ലബോറട്ടറികളിലുള്ള ഈ 4 ആളുകൾ. അപ്പോൾ അടുത്തത് നൈട്രിക് ആസിഡാണ് കേട്ടോ. നൈട്രിക് ആസിഡ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തത് സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ അസറ്റിക് ആസിഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അസറ്റിക് ആസിഡ് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കാറുണ്ടോ? അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരിയിലുള്ള ആസിഡ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡിന് വീര്യം കുറവാണ്, പവർ കുറവാണ്. പക്ഷേ ഇവിടെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതിന് പവർ കൂടുതലാണ്. അതായത് കുറച്ചും കൂടെ വീര്യം കൂടിയ, കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ആസിഡാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 ആസിഡുകളാണ് ലബോറട്ടറികളിൽ ഉപയോഗിക്കുക. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഓക്കെ, ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ഒന്നാമത് ഉപയോഗിക്കുക. പിന്നെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ ബേസുകളാണ് പറയുന്നത്. സോ ഈ ബേസുകൾ എന്ന് പറയുമ്പോൾ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ലൈം. ഓക്കെ, അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അത് നമ്മൾ കാസ്റ്റിക് സോഡ എന്നാണ് പറയുക. നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അടങ്ങിയിരിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ ഒരാളും കൂടെ ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് എന്നാണ് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആസിഡുകളുടെ പേര്, ബേസുകളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ബേസുകളുടെ പേര് ഒന്നും കൂടെ പറയുന്നു: കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ ലൈം എന്ന് പറയും, സോഡിയം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് സോഡ എന്ന് പറയും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയും. ഓക്കെ ആണോ? സോ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കെമിക്കൽ ലാബ് അല്ലെങ്കിൽ ലബോറട്ടറികളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കെമിക്കലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ വല്ല റിയാക്ഷൻസ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആസിഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ആസിഡിൻ്റെ റിയാക്ഷനൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ആസിഡുകളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രാസപ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് കെമിക്കലുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, കെമിക്കലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ കെമിക്കലുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം പറ്റാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് ഈ ഒരു 6 പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും കൃത്യമായിട്ട് വായിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. കേട്ടല്ലോ? അതായത് നിങ്ങളിപ്പോൾ കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ലാബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തതാണ് ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ കെമിക്കൽസൊക്കെ, ഇപ്പോൾ ആസിഡുകളായിക്കോട്ടെ, ബേസുകളായിക്കോട്ടെ, വേറെ ഏതെങ്കിലും കെമിക്കൽ ആയിക്കോട്ടെ, ഈ കെമിക്കൽസ് ഒന്നും നമ്മൾ കൈ കൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കൈ കൊണ്ട് തൊടരുത്. നമ്മൾ ഗ്ലൗസോ അല്ലെങ്കിൽ വേറെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, കൈ കൊണ്ട് നമ്മൾ തൊടാതിരിക്കുക. പിന്നെയാണ് അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. സ്പില്ലിംഗ് എന്ന് പറഞ്ഞാൽ ചിന്തുക എന്നർത്ഥം, ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ കെമിക്കൽസൊക്കെ നമ്മളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? ചിന്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ചിന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൊള്ളൽ വരും, പിന്നെ വേറെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. ഓക്കെ, മൂന്നാമത്താണ് ഡോണ്ട് സ്മെല്ല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെയുള്ള കെമിക്കൽസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് ഒന്നും സ്മെല്ല് ചെയ്ത് നോക്കരുത്. എന്ത് സ്മെല്ലാണെന്ന് അറിയാൻ വേണ്ടി സ്മെല്ല് ചെയ്ത് നോക്കരുത്. സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂക്കിനും അതുപോലെ നമ്മുടെ ബോഡിക്കൊക്കെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ സ്മെല്ല് ചെയ്യേണ്ട, ഡോണ്ട് സ്മെല്ല്. പിന്നെ ടേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, സ്മെല്ല് ചെയ്യരുത്, ടേസ്റ്റും ചെയ്യരുത്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വായിക്കൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്, വേണ്ട. പിന്നെ ഉള്ളതാണ് യൂസ് എ ഡ്രോപ്പർ. ഡ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആസിഡ്, ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയൊരു കുപ്പിയിലായിരിക്കും ആസിഡ് ഉണ്ടാവുക. ആ ആസിഡ് ഇപ്പോൾ
ആ വലിയ കുപ്പിയിൽ നമുക്കൊരു ബീക്കറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഒരു ഡ്രോപ്പർ ഉപയോഗിക്കണം. ഒരു തുള്ളി തുള്ളിയായിട്ട് ഒട്ടിക്കുന്ന ഒരു ഡ്രോപ്പർ ഉണ്ട്. ആ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഒരു കുപ്പിയിൽ നിന്ന്, വലിയൊരു കുപ്പിയിൽ നിന്ന് ആസിഡ് ബീക്കറിലേക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലേക്കോ ഒക്കെ മാറ്റാൻ വേണ്ടി. അപ്പോൾ യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. ഓക്കെ, അടുത്താണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ, ഈ രാസപ്രവർത്തനമൊക്കെ നടത്തുകയാണ്. ഇപ്പോൾ ആസിഡുകൾ ഉപയോഗിച്ചിട്ട്, ബേസുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബ് നമ്മൾ കൈ കൊണ്ട് പിടിക്കരുത്. ടെസ്റ്റ് ട്യൂബ് കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബിലുള്ള ചൂട് നമ്മളുടെ കയ്യിലേക്ക് വന്നാൽ അപ്പോൾ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടെസ്റ്റ് ട്യൂബ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഹോൾഡർ, ഒരു പിടി പോലുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ട്യൂബ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 6 പോയിന്റിൽ ഏതെങ്കിലും 4 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നോക്കടാ, ഇഫ് ആസിഡ് സ്പിൽസ്. ഇപ്പം എങ്ങനെങ്കിലും അബദ്ധവശാൽ നമ്മളുടെ ദേഹത്തോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ ഇപ്പം ആസിഡ് പറ്റിയെന്ന് വിചാരിക്കുക. ആസിഡ് എന്ത് ചെയ്തു ആസിഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക നോക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ എല്ലാ പോയിന്റും നമുക്ക് ആവശ്യമില്ല. ഇതിൽ ഞാൻ പറയുന്ന ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ ജനറലായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ നോക്കണം. ഒന്നാമത്തെ പോയിന്റ്, സ്ട്രോങ് ആസിഡ്സ്. എന്താ മക്കളെ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മിക്ക ആസിഡുകളും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. കുറച്ച് പവർ കൂടിയ ആസിഡുകളാണ്. അത് നമ്മളുടെ ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളും. അങ്ങനത്തെ ആസിഡുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ആസിഡുകൾ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഇതാ ഈ ഫുഡ് ഐറ്റത്തിലുള്ള ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് പോലെ അങ്ങനത്തെ ആസിഡുകളല്ല. അത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഈ ചില ആസിഡുകൾ നമുക്ക് ദേഹത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അപകടം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആസിഡുകളെയാണ് സ്ട്രോങ് ആസിഡ് എന്ന് പറയാം. അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ചില ആസിഡുകൾ എന്ത് ചെയ്യും? ഈ ജലത്തെ അബ്സോർബ് ചെയ്യും. വാട്ടറിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ലിബറേറ്റ് ചെയ്യുക പറഞ്ഞാൽ പുറത്ത് വിടുക. അപ്പോൾ ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിൽ കുറച്ച് വെള്ളം ഉണ്ട് വിചാരിച്ചോ, ആ വെള്ളത്തിലേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വെള്ളത്തിനെ ആസിഡ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ആ ആസിഡ് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റായിട്ട് പുറത്ത് വിടും, ചൂടായിട്ട് പുറത്ത് വിടും. ഓക്കെ, അടുത്തത്, ദേ ക്യാൻ കോസ് ബേൺസ് ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ നമ്മളുടെ ദേഹത്തെങ്ങാനും ചിന്തിക്കഴിഞ്ഞാൽ, ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പൊള്ളാനൊരു കാരണമാവും. കേട്ടല്ലോ. അപ്പോൾ ദേ ക്യാൻ കോസ് ബേൺസ് ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. ഓക്കെ, അടുത്തത്, ഇപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരു ആസിഡ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് അല്ലെങ്കിൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് നമുക്ക് ആദ്യം എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫോർ എക്സാമ്പിൾ കൈ എടുക്കാം. കയ്യിൽ കുറച്ച് ആസിഡ് പറ്റി, സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡോ സൾഫ്യൂരിക് ആസിഡോ പറ്റി. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? എവിടെയാണോ ആ ആസിഡ് പറ്റിയത്, ആ ആസിഡ് പറ്റിയ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് മാക്സിമം ഒരുപാട് നേരം നിങ്ങൾ എന്ത് ചെയ്യണം? കഴുകുക. അതായത് അവിടെ കഴുകുക വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ മതി, കഴുകുകയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ആസിഡ് പറ്റിയ ആ ഏരിയയിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആ ഭാഗം തണുപ്പിക്കുക. അതായത് നമുക്ക് ആ പൊള്ളലിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഫോർ എ പേഴ്സൺ ഹൂ ഈസ് ആക്സിഡൻ്റലി ആൻഡ് ആസിഡ് സ്പിൽസ്. അതായത് ഒരാൾക്ക് പെട്ടെന്ന് ആസിഡ് ഒരാളുടെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസർ പറയണം. ആ ആസിഡ് പറ്റിയ ആ ഭാഗത്ത് ഒരുപാട് നേരം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നോക്കുക, ഇഫ് ദ ബേൺ ഈസ് സിവിയർ. അപ്പോൾ ഒരുപാട് ആസിഡ് നമ്മളുടെ കയ്യുമ്മലോ അല്ലെങ്കിൽ ദേഹത്തായിട്ട് വലിയൊരു പൊള്ളലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കേട്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനത്തെ 2 പോയിന്റ് ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആസിഡ്സ് ആൻഡ് മെറ്റൽസ്.
മക്കളെ ആസിഡ് എന്താ നമ്മൾ പറഞ്ഞു? എന്താ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ? മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ. നമ്മുടെ അലൂമിനിയം, മെഗ്നീഷ്യം, സോഡിയം, അതുപോലെ സിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെറ്റൽ ഉണ്ട്. പിന്നെ ഇരുമ്പ് ഒരു മെറ്റലാണ്. അങ്ങനെ മെറ്റലുകളും ആസിഡുകളും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അപ്പം അവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഈ ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞാൻ ഒഴിച്ചു. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞാൻ ഒഴിച്ചു. എന്നിട്ട് ആ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു 4-3 മഗ്നീഷ്യം റിബൺ, മഗ്നീഷ്യം എന്ന് പറഞ്ഞൊരു മെറ്റലാണ്, ആ മഗ്നീഷ്യത്തിൻ്റെ റിബൺ പോലെയുള്ള ഒരു സാധനം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഡിപ്പ് ചെയ്തു. അങ്ങനെ ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ മഗ്നീഷ്യം റിബൺ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കും, അവിടെ രാസപ്രവർത്തനം നടക്കും. അങ്ങനെ രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു വാതകം ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും, ഒരു ഗ്യാസ് പുറത്തു വരും. അങ്ങനെ ആസിഡും മെറ്റലും റിയാക്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന വാതകത്തിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ വാതകമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽ, ആസിഡുകൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്, ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന എന്നാണ് അർത്ഥം. അപ്പം ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കത്തുന്ന വാതകമാണ്. അതായത് ഇപ്പോൾ കുറച്ച് ഹൈഡ്രജൻ എടുത്തിട്ട് ആ ഹൈഡ്രജനിലേക്ക് കുറച്ച് തീ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആളി അങ്ങ് കത്തും. ഓക്കെ, നല്ല ഫ്ലെയിമബിൾ ആയിട്ടുള്ള നല്ല കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ഹൈഡ്രജൻ ഗ്യാസ്? അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയെന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആസിഡ് മെറ്റലും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്യാസ് ഹൈഡ്രജൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ മഗ്നീഷ്യം റിബണും എടുത്തു. അപ്പോൾ അത് രണ്ടും തമ്മിൽ റിയാക്ഷൻ നടന്നു. അപ്പോൾ റിയാക്ഷൻ നടന്നിട്ട് ഒരു ഗ്യാസ് പുറത്ത് വരുന്നുണ്ട്. അത് ഹൈഡ്രജൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മാച്ച് സ്റ്റിക്ക്, ഒരു തീപ്പെട്ടിയുടെ കൊള്ളി എടുത്തിട്ട് കത്തിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ മേൽഭാഗം, അതായത് ആ ഒരു വായു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. അങ്ങനെ വായു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ട്, ഒരു പൊട്ടുന്ന ശബ്ദം കേട്ട് ഒരു പൊട്ടുന്ന ശബ്ദവും അതേപോലെ അതിങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ, ഒരു ആളി കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇഫ് എ ബേൺഡ് മാസ്റ്റിക് ഈസ് ഷോഡ് ടു ദ ടോപ്പ് ഓഫ് ദ ബീക്കർ, ആ ബീക്കർ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ്, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മേലെ ഒരു മാച്ച് സ്റ്റിക്ക്, ഒരു തീപ്പെട്ടി കൊള്ളി കാണിച്ചു കഴിഞ്ഞാൽ ഇഫ് ദ ഗ്യാസ് ഈസ് ബേൺഡ് അപ്പ് വിത്ത് എ പോപ്പ് സൗണ്ട്, ഒരു പൊട്ടുന്ന ശബ്ദത്തോടെയാണ് കത്തുന്നതെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾക്ക് എന്താണ് റീസൺ, അതിൻ്റെ കാരണം എന്താണ് കൃത്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാർ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഈ അച്ചാർ സൂക്ഷിക്കാൻ ഈ മെറ്റലിൻ്റെ, ലോഹത്തിൻ്റെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലോ ഒന്നും അച്ചാർ സൂക്ഷിക്കാറില്ല. എന്താണ് അതിൻ്റെ കാരണം? അത് കൃത്യമായിട്ട് ഞാനൊന്ന് ആദ്യം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം ഈ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ആസിഡാണ്. നമുക്കറിയാം അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ പ്രധാനമായിട്ടും വിനാഗിരിയാണ് ഉപയോഗിക്കുക, അതായത് സുർക്കയാണ് ഉപയോഗിക്കുക. ആ സുർക്ക എന്ന് പറയുന്നതിൽ ആസിഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സുർക്കയിലുള്ള ആസിഡ് ഏതാ? അസറ്റിക് ആസിഡ്, ഒരു ആസിഡ് ഉണ്ട്. അപ്പോൾ പിക്കിളിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ആസിഡ് ഇപ്പോൾ നോക്കുക, ഞാനിപ്പോൾ അച്ചാർ എന്ത് ചെയ്തു? ഒരു അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ കൊണ്ടുവച്ചു. ആ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലാണ്. ആ അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലും ഈ അച്ചാറിലുള്ള ആസിഡും കൂടെ റിയാക്ട് ചെയ്യും. എപ്പോൾ? ഞാൻ ആ അച്ചാർ എടുത്തിട്ട്
അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ മെറ്റലും അലൂമിനിയത്തിൻ്റെ ആ പാത്രത്തിലുള്ള ആ മെറ്റലും അച്ചാറും കൂടെ റിയാക്ട് ചെയ്യും. അവർ തമ്മിൽ രാസപ്രവർത്തനം നടക്കും. അങ്ങനെ രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? നമുക്ക് വയറിന് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് പറ്റാത്ത ഒരുപാട് ഒരുപാട് ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറിന് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഈ ഹാനികരമായിട്ടുള്ള ഘടകങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ അച്ചാറുകൾ ഈ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ, ഈ ലോഹത്തിൻ്റെ പാത്രങ്ങളിൽ സൂക്ഷിക്കാത്തത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് വായിച്ചു വെക്കാം. പിക്കിൾസ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ മെറ്റൽ കണ്ടെയ്നേഴ്സ് ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ആസിഡിക് കമ്പണൻറ്റ് ഓഫ് ദ പിക്കിൾ ലൈക്ക് വിനെഗർ ആൻഡ് ദ മെറ്റൽ. ആ മെറ്റലും അതേപോലെ ആസിഡ്, പിക്കിൾ അച്ചാറിലുള്ള ആ ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ആസിഡിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആസിഡുള്ള കമ്പണൻറ്റ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഭക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും. ദിസ് റിയാക്ഷൻ ക്യാൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹാംഫുൾ കോമ്പൗണ്ട്. അപ്പോൾ ഇത് രണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിന് പറ്റാത്ത ഒരുപാട് കമ്പണൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാത്തത്. ഓക്കെ, അടുത്തത് എർത്തൺ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. കേർഡ് എന്ന് പറഞ്ഞാൽ തൈരാണ്, ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോരാണ്. ഈ മോരും തൈരും ഒക്കെ വെച്ച് ഉണ്ടാകുന്ന ആ ഒരു പദാർത്ഥങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അപ്പോൾ ഈ തൈര്, മോര്, ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഷുകൾ, വിഭവങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മൺചട്ടികളിലാണ് ഉണ്ടാക്കുക. നമ്മൾ ഈ മോരും തൈരും ഒക്കെ വെച്ചുള്ള പ്രധാനമായിട്ടും നമ്മൾ മൺപാത്രങ്ങളിലാണ് ഉണ്ടാക്കാറ്. മറ്റേ പാത്രങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം നോക്കാം. നമുക്കറിയാം, ഈ തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ അതിൽ രണ്ടിലും ആസിഡുണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്തു, അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ പാത്രത്തിൽ, ഒരു ലോഹത്തിൻ്റെ പാത്രത്തിൽ നമ്മൾ കറി വെച്ചു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റലും അതുപോലെ നമ്മളുടെ മോരിലുള്ള ആ ഒരു ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ടാവും? ഹാംഫുൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ തൈരും മോരും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഡിഷുകൾ, വിഭവങ്ങൾ നമ്മൾ സാധാരണയായിട്ട് മൺപാത്രങ്ങളിലാണ് ഉണ്ടാക്കുക, എർത്തേൺ വെസൽസിലാണ് ഉണ്ടാക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. സോ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തത് യൂസസ് ഓഫ് ആസിഡ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ പല ആസിഡുകളുടെ പേര് പഠിച്ചു. അപ്പോൾ ഈ പല ആസിഡുകളും നമ്മൾ പല രീതിക്കാണ് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ ആസിഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ആസിഡുകളുടെ ഉപയോഗം നോക്കാം. ഒന്നാമത്തെ ആസിഡ് അസറ്റിക് ആസിഡ്. നമ്മളുടെ വിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അസറ്റിക് ആസിഡ് നമ്മൾ ഫുഡ് പ്രിസർവേഷനിലാണ് ഉപയോഗിക്കുക. പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കാം. നമ്മളുടെ അച്ചാറ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അസറ്റിക് ആസിഡ് ഉപയോഗിക്കുക. അപ്പോൾ അസറ്റിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കുക? ഫോർ ഫുഡ് പ്രിസർവേഷൻ. അടുത്ത് ഫോർമിക് ആസിഡ്. ഈ ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണിത്, ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം, പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കീടനാശിനി. ഈ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കീടനാശിനികളെ പറ്റിയൊക്കെ. അപ്പോൾ ഈ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഫോർമിക് ആസിഡ് ഉപയോഗിക്കുക. അതിന് മാത്രമല്ല പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റിസൈഡ്, പിന്നെ ലെതർ എന്ന് പറഞ്ഞാൽ തുകൽ എന്നാണ് അർത്ഥം. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഈ ടെക്സ്റ്റൈൽ, അതായത് നമ്മുടെ ഈ ടെക്സ്റ്റൈൽസ്, തുണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഇൻഡസ്ട്രി, അങ്ങനത്തെ വ്യവസായ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ഈ ഫോർമിക് ആസിഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്, ലെതർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഫോർമിക് ആസിഡ് യൂസ് ചെയ്യുക. അടുത്ത് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്താ? നമ്മൾ നാരങ്ങയിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മേക്ക് ഡ്രിങ്ക്സ്.
നമുക്ക് ഈ പാനീയങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിട്രിക് ആസിഡുകൾ ഉപയോഗിക്കുക. ഓക്കെ, നാരങ്ങ വെള്ളം പോലെയുള്ള പാനീയങ്ങളിൽ, നാരങ്ങ വെള്ളം മാത്രമല്ല വേറെ ഒരുപാട് പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സിട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ്, ഇമ്പോർട്ടൻ്റ്. ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഈ വാഹനങ്ങളുടെയൊക്കെ ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കാറ്, ഓട്ടോറിക്ഷ, അതുപോലെ ബൈക്ക് പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സൾഫ്യൂരിക് ആസിഡാണ്. ആ സൾഫ്യൂരിക് ആസിഡാണ് ആ ബാറ്ററിയിൽ ഉണ്ടാവുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ മോട്ടോർ വെഹിക്കിളിൻ്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് നമ്മൾ രാസവളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പെയിന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നിറം, ചായങ്ങൾ എന്നർത്ഥം. നമ്മുടെ ഡ്രസ്സൊക്കെ കളർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഡൈ എന്ന് പറയാം. അപ്പോൾ നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, പെയിൻറ്റ്സ്, ഡൈസ്. പിന്നെ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യാൻ നമുക്ക്? ടു മേക്ക് ലെതർ. ടാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായ, തേയിലയില്ലേ, തേയിലയിലുള്ള ആസിഡാണ് ടാനിക് ആസിഡ് കേട്ടോ. പഠിച്ച് വെറുതെ നിങ്ങൾ അറിഞ്ഞു വരുന്നാൽ മതി. അപ്പോൾ ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്. ലെതർ എന്ന് പറഞ്ഞാൽ തുകൽ, നമ്മുടെ തുകൽ. ഈ തുകലും അതുപോലെ മഷിയും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ടാനിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ വെള്ളത്തിലുള്ള ആസിഡാണ് കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കൽ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് നമ്മളിതാ ശീതള പാനീയങ്ങൾ, നമ്മുടെ 7up, പെപ്സി, മെറിൻഡ, ഫാൻഡ പോലെയുള്ള ശീതള പാനീയങ്ങളിലാണ് നമ്മൾ കാർബോണിക് ആസിഡ് യൂസ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ആസിഡുകളുടെ പേരും അവരുടെ ഉപയോഗങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്തത് യൂസസ് ഓഫ് ബേസസ് ആണ്. നമ്മൾ ഈ ബേസുകൾ പ്രധാനമായിട്ടും 4 ബേസുകളുണ്ട്. ആ 4 ബേസുകൾ എവിടേക്കാണ് ഉപയോഗിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ബേസാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലാസ് മാനുഫാക്ചറിങ്ങിനാണ്, ഗ്ലാസ് നിർമ്മിക്കാൻ വേണ്ടി. ഓക്കെ, ഈ ഗ്ലാസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ബേസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗ്ലാസ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിൻ്റെ പേരാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മാത്രമല്ല ടു റിഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിൽ. ആസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില മണ്ണിനൊക്കെ ആസിഡ് കണ്ടന്റ് കൂടുതലായിരിക്കും, ആസിഡിറ്റി എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ചില മണ്ണിനൊക്കെ ആസിഡിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ ആ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബേസുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പം നമുക്കൊക്കെ വയറിന് അസിഡിറ്റി വരാറുണ്ട്. അപ്പോൾ വയറിന് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് അൻറ്റാസിഡാണ് എഴുതി തരാം. എന്ത്? അൻറ്റാസിഡ്. അപ്പോൾ ആ അൻറ്റാസിഡിൽ എന്തുണ്ട്? ബേസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അസിഡിറ്റി എന്ത് ചെയ്യും? ആ ബേസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി കുറയും. അപ്പോൾ അതുപോലെ ടു റിഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ, മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ വേണ്ടി, മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ പാടത്ത് നീറ്റുകക്കായി കക്കാടെ പൊടി ഉണ്ട്, അതായത് നമ്മൾ ചുണ്ണാമ്പിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ ചുണ്ണാമ്പിൻ്റെ പൊടിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ മണ്ണിൽ വിതറാറുണ്ട്. ആ മണ്ണിൽ വിതറുന്നതിനാ? ആ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയാ. ചുണ്ണാമ്പിലുള്ളത് ബേസ് ആണല്ലോ. അപ്പോൾ ബേസ് ആയിട്ടുള്ള ആ ഒരു കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ മണ്ണിലേക്ക് വിതറുമ്പോൾ ആ മണ്ണിൻ്റെ അസിഡിറ്റി കുറയും. മനസ്സിലായല്ലോ? അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. സോപ്പ് നിർമ്മിക്കാൻ മാത്രമല്ല, ടു മേക്ക് സോപ്പ് നിർമ്മിക്കാനും പേപ്പറുകൾ നിർമ്മിക്കാനും ആൻഡ് റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നൂലിനെയാണ് നമ്മൾ റയോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ, ഈ 3 കാര്യത്തിനാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. ഈ സോഫ്റ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള ഈ ഡോവ് പോലെയുള്ള മൃദുവായിട്ടുള്ള സോപ്പുകൾ നിർമ്മിക്കാനാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ടു മേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. അടുത്തത് അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. ഇത് രണ്ടും നമ്മൾ ഒറ്റ യൂസാണ് പ്രധാനമായിട്ടും ഇൻ മെഡിസിൻസ്. ഈ മെഡിസിനുകളിൽ, ഈ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബേസിൻ്റെ പേരാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. ഇത് രണ്ടും നമ്മൾ മെഡിസിൻസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ബേസുകളുടെ യൂസുകൾ പഠിച്ചു വയ്ക്കുക, ബേസിൻ്റെ പേരും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്
നമ്മൾ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, NaOH സോപ്പ്. ഓക്കെ, NaOH ഇതിനെ യൂസ് ചെയ്യാറ് സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അങ്ങനെ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നോക്കുക, മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് സോപ്പ് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത് നോക്കാം. ഒന്നാമത്തത് കാസ്റ്റിക് സോഡ വേണം. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. 180 ഗ്രാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് 20 സോപ്പിന് വേണ്ട 20 സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ അടുത്തത് കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, 1 കിലോ വെളിച്ചെണ്ണ വേണം. പിന്നെ ഈ 350 ml വെള്ളം വേണം. പിന്നെ സോഡിയം സിലിക്കേറ്റ് ഒരു 100 ഗ്രാം ആവശ്യമുണ്ട്. പിന്നെ സ്റ്റോൺ പൗഡർ. സോഡിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സോപ്പ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ സ്റ്റോൺ പൗഡർ, അതേപോലെ സ്റ്റോൺ പൗഡറും 100 ഗ്രാം വേണം. പിന്നെ കളറ്, പെർഫ്യൂം. ഇത് നിർബന്ധമില്ല. കളറ്, പെർഫ്യൂം നമ്മൾ ആ സോപ്പ് കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കണം. പ്രൊസീജിയർ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, പ്രൊസീജിയർ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഓക്കെ, നോക്കിക്കോണേ. അപ്പോൾ ടേക്ക് വാട്ടർ ഇൻ എ സ്റ്റീൽ ബൗൾ ആൻഡ് ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. ആ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കാസ്റ്റിക് സോഡ ഡിസോൾവ് ചെയ്യുക. അത് ഡിസോൾവ് ചെയ്യൽ എങ്ങനെയാണ്? നമ്മൾ ആ വെള്ളത്തിലേക്ക് ആ കാസ്റ്റിക് സോഡ ഇട്ടിട്ട് ലയിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ ആ വെള്ളത്തിലേക്ക് ഇട്ട് ലയിപ്പിക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് പുറത്ത് വരും. അത് ഒരുപാട് ഹീറ്റ് പുറത്ത് വരുന്ന ഒരു റിയാക്ഷനാണ് അപ്പോൾ നടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ആ ചൂടൊക്കെ പോയതിന് ശേഷം ആഫ്റ്റർ ദ സൊല്യൂഷൻ കൂൾസ് ഡൗൺ, അപ്പോൾ നമ്മളുടെ സൊല്യൂഷനായിട്ടുള്ള സൊല്യൂഷനായി ആ ഒരു ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്യുക, തണുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്ലോലി പോർ ഇറ്റ് ഇൻ എ ഫ്ലാറ്റ് വെസൽ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിരപ്പായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കണം. പക്ഷേ ആ നിരപ്പായിട്ടുള്ള പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എന്ത് ചെയ്യണം, ഉണ്ടാവണം. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വെളിച്ചെണ്ണയുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, സ്റ്റിർ ഇറ്റ് വെൽ വൈൽ പോറിങ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. അതായത് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയുടെ സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് ഇളക്കിയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, then add sodium silicate and stone powder 1 by 1 to increase the hardness and quantity of soap. നമുക്കറിയാം ഈ സോപ്പുകൾക്ക് ഒരു ചെറിയ കട്ടി ഉണ്ടാവും. ആ കട്ടിയും അതേപോലെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ്, ആ സോപ്പിൻ്റെ അളവും കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും, നമ്മൾ അതിലേക്ക് സോഡിയം സിലിക്കേറ്റ് ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യുന്നു മക്കളെ, സോഡിയം സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോഡിയം സിലിക്കേറ്റ് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ്, കട്ടി കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ സോപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ സോഡിയം സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കുക, കളർ ആൻഡ് പെർഫ്യൂം ക്യാൻ ബി ആഡഡ് ടു ദ സോപ്പ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഫ്രാഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ മണമുള്ള എന്നർത്ഥം. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ സോപ്പിന് ഇപ്പോൾ നല്ല മണം വേണം. നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സോപ്പിലേക്ക് കുറച്ച് ഇഷ്ടമുള്ള നിറങ്ങളോ അല്ലെങ്കിൽ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സുഗന്ധം വരുത്തുന്ന സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ സ്മെല്ലും അതുപോലെ ആ കളറൊന്നും ഉണ്ടാവില്ലെന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ട ഒരു കാര്യമാണ്, ലാസ്റ്റ് സ്റ്റിർ ദ മിക്സ്ചർ
കണ്ടിന്യൂസ്ലി ടിൽ ഇറ്റ്സ് ഗെറ്റ് തിക്കൻഡ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ അതിലേക്ക് കളറും പെർഫ്യൂമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അത് കട്ടിയാകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രയാണോ എപ്പോഴാണോ അത് കട്ടിയാകുന്നത് വരെ അതൊന്ന് മിക്സ് ആവുക. കട്ടിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, ഒരു അത്യാവശ്യം ഒരു തിക്കായി വരുന്നത് വരെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കാം. പോർ ദ തിക്ക് മിക്സ്ചർ ഇൻ ടു ദ മോൾഡ്. അങ്ങനെ മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സോപ്പിൻ്റെ ഷേപ്പുള്ള ആ ഒരു പാത്രത്തിനെയാണ് മോൾഡ് പറയുക. അതായത് അച്ച് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി വെച്ച കട്ടിയുള്ള ആ മിശ്രിതം നമ്മൾ നേരെ ഒരു മോൾഡിലേക്ക്, ഒരു അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അച്ചിലേക്ക് ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടിയായി കഴിഞ്ഞാൽ റിമൂവ് ദ സോപ്പ് ഫ്രം ദ മോൾഡ്. ആ മോൾഡിൽ നിന്ന്, ആ അച്ചിൽ നിന്ന് ആ സോപ്പ് വേർതിരിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ 2 weeks. അപ്പോൾ എന്ത് ചെയ്യാം, 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സോപ്പ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ സോപ്പ് നിർമ്മിക്കുന്ന ആ പ്രക്രിയ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വൺ ഷോട്ട് റിവിഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് എന്ത് ചെയ്യാം, ഷുവറായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരു ബൈ ദ ബൈ ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.